സാധാരണ മനുഷ്യരുമായി ഏറ്റവും അധികം അടുത്തു നിൽക്കുന്ന ദൈവമാണ് ഭഗവാൻ ശിവൻ. ശിവനെക്കുറിച്ച് പല കഥകളുമുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ആചാരരീതികളുണ്ട്. ശിവന്റെ രൂപവും ഭാവവും വേഷവുമൊക്കെ മറ്റു ദേവതകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആദിമദ്രാവിഡന്റെ തനി രൂപമാണ് ശിവന്റേത്. ശരീരമാകെ ചുടലഭസ്മം. കടുവയുടെ തോലിലാണ് ഇരിക്കുന്നത്. ആനത്തോലാണ് വസ്ത്രം. ചിലപ്പോൾ കാലങ്ങളോളം പാറ പോലെ നിശ്ചലമായി ധ്യാനത്തിൽ മുഴുകിയിരിക്കും. മറ്റു ചിലപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം താണ്ഡവ നൃത്തമാടും. ശിവഭഗവാനെപ്പോലെ എല്ലാ ഭാവങ്ങളും തികഞ്ഞ ഒരു ദേവതാഭാവം വേറെയില്ല. നന്ദി എന്ന കാളയാണ് ഭഗവാന്റെ വാഹനം. സർപ്പമാണ് കഴുത്തിലെ ആഭരണം. ഭിക്ഷാപാത്രം തലയോടാണ്. സർവേശ്വരനാണ്. പക്ഷേ ചാരത്തിലാണ് കിടക്കുന്നത്. ലോകൈക സുന്ദരിയായ പാർവതിയാണ് പത്നി. ധനത്തിന്റെ രാജാവായ കുബേരൻ ഭൃത്യനാണ്. നെറ്റിയിൽ അഗ്നി നിറഞ്ഞ തൃക്കണ്ണ്, ശിരസിൽ ഗംഗ. ഇതൊക്കെ കൂടിച്ചേർന്നുള്ളതാണ് ശിവസങ്കല്പം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാണ് ഭഗവാൻ ജീവിക്കുന്നത്. ജീവിതം ഇതൊക്കെയാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നത്. ശിവഭഗവാനെ ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അനുസരിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകും. ശിവനെന്ന വാക്കിന് അനേകം അർത്ഥങ്ങളുണ്ട്. മനുഷ്യർക്ക് മംഗളകരമായത് കാംക്ഷിക്കുന്നതുകൊണ്ട് ശിവനായി. ശ എന്നത് നിത്യമായ ആനന്ദമാണ്. ഈ പരമപുരുഷനും വാ ശക്തിയെ കുറിക്കുന്നു. പ്രളയകാലത്ത് ജഗത്ത് ശിവനിൽ ശയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശിവമെന്നാൽ എല്ലാ ചലനങ്ങൾക്കും അപ്പുറത്ത് അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന സത്യവസ്തു ഏതോ അതാണ്. ഈ കാണുന്ന ബ്രഹ്മാണ്ഡമായി പരിണമിച്ചതും അതുതന്നെയാണ്. ബ്രഹ്മമെന്ന് വിളിക്കുന്നതും അതിനെ തന്നെയാണ്. യാതൊരു ചലനങ്ങളും സ്പർശിക്കാതെ നിൽക്കുന്ന ഈ ശിവത്തിൽ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആദ്യ ചലനങ്ങൾ ആവിർഭവിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ പ്രകൃതിയുടെ 5 ഘടകങ്ങളുടെ അധിപനായ ദേവനായി ഭഗവാനെ ആരാധിക്കുന്നു. ഭൂതപതി അല്ലെങ്കിൽ ഭൂതനാഥ് എന്ന് വിളിക്കപ്പെടുന്നു. പഞ്ചാക്ഷരി എന്നറിയപ്പെടുന്ന നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളായ 5 മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. വായു, ഭൂമി, ജലം, അഗ്നി, ആകാശം എന്നിവ മനുഷ്യ ശരീരം ഉൾപ്പെടെ സൃഷ്ടിയിലെ എല്ലാറ്റിൻ്റെയും നിർമ്മാണ ഘടകങ്ങളാണ്. ശിവന് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട്. നല്ലതും ചീത്തയുമെല്ലാം ശിവൻ തന്നെയാണെന്നാണ് ശിവപുരാണം പറയുന്നത്. പരബ്രഹ്മം, ഓംകാരം എന്നിവ ലോകനാഥനായ ശ്രീപരമേശ്വരൻ തന്നെയാണെന്നും എല്ലാ ചരാചരങ്ങളും പരമാത്മാവായ ശിവനെ പ്രാപിച്ചാണ് മോക്ഷപ്രാപ്തി നേടുന്നതെന്നും ശിവപുരാണം പറയുന്നു. കേൾക്കാം നമുക്ക് ശിവചൈതന്യത്തിന്റെ നിത്യഭാവങ്ങൾ. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ത്രിമൂർത്തികളാണ് പ്രധാന ദേവന്മാർ. സൃഷ്ടി, സ്ഥിതി, സംഹാരമാണ് ഇവരുടെ കടമകൾ. ഇവരിൽ സൃഷ്ടി ബ്രഹ്മാവും സ്ഥിതി വിഷ്ണുവും സംഹാരം ശിവനും നടത്തുന്നു എന്നാണ് സങ്കല്പം. ശിവൻ പരമശിവൻ, ശ്രീപരമേശ്വരൻ എന്നും അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ശൈവവിഭാഗം പ്രധാന ദേവനായി ആരാധിക്കുന്നത് ശിവനെയാണ്. ശൈവവിഭാഗത്തിന്റെ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതുമെല്ലാം ശിവനാണ്. ഊർജവും ക്രിയാത്മക ശക്തിയും ഒരു ദേവിയാണെന്നവർ കരുതുന്നു. ശിവന്റെ ഭാര്യയായ പാർവതി അഥവാ ആദിശക്തിയാണ് ഈ ദേവി. പാർവതി ശിവന്റെ തുല്യ പൂരക പങ്കാളിയാണ്. അതുകൊണ്ടിവർ അർദ്ധനാരീശ്വരർ എന്നും അറിയപ്പെടുന്നു. സ്മാർത്ത പാരമ്പര്യത്തിലെ പഞ്ചദാന പൂജയിലുള്ള 5 തുല്യ ദൈവങ്ങളിൽ ഒരാളാണ് ശിവൻ. ശൈവസമ്പ്രദായത്തിൽ ദൈവത്തിന്റെ പരമോന്നത രൂപമില്ലാത്തതാണ്. അതിന് പരിധിയില്ല, അതിരുമില്ല, അതിന് മാറ്റമില്ല. കേവല ബ്രഹ്മവുമാണത്. പ്രപഞ്ചത്തിന്റെ പ്രഥമമായ ആത്മൻ അഥവാ ആത്മാവാണിത്. ഭീതിപ്പെടുത്തുന്നതും ദയ നിറഞ്ഞതുമായ അനേകം കഥകൾ ശിവനെപ്പറ്റിയുണ്ട്. ദയാപരമായ വിവരണങ്ങളിൽ കൈലാസപർവ്വതത്തിൽ സന്യാസജീവിതം നയിക്കുന്ന യോഗിയാണ് ശിവൻ. ഭാര്യ പാർവതിയും മക്കളായ ഗണേശൻ എന്ന ഗണപതിയും കാർത്തികേയൻ എന്ന സുബ്രഹ്മണ്യനും ചേർന്നൊരു ഗൃഹസ്ഥാശ്രമി. മറ്റു ചില കഥകളിൽ ദുഷ്ടശക്തികളെയും പിശാചുക്കളെയും കൊല്ലുന്നവനാണ് ശിവൻ. യോഗ, ധ്യാനം, കല എന്നിവയുടെ രക്ഷാധികാരിയായി ശിവനെ കണക്കാക്കുന്നു.
ആദിയോഗിയെന്നും ശിവൻ അറിയപ്പെടുന്നു. ശിവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 കഥകളാണ്. ശിവൻ സ്വയംഭൂവാണെന്ന് ശൈവന്മാർ വിശ്വസിക്കുന്നു, അതായത് സ്വയം ഉണ്ടായത്. വൈഷ്ണവർ ശിവനെ മഹാവിഷ്ണുവാണ് സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നു. പ്രളയത്തിന്റെ അവസാനത്തിൽ എവിടെയും വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആദിശേഷന്റെ പുറത്ത് മഹാവിഷ്ണു യോഗാസനത്തിൽ ഉറങ്ങുന്നത് ബ്രഹ്മദേവൻ കണ്ടു. ബ്രഹ്മാവ് വിഷ്ണുവിനെ ഉണർത്തി. ആരാണെന്ന് ചോദിച്ചു. ലോകത്തിന്റെ സൃഷ്ടാവും പരിപാലിക്കുന്നവനും സംഹാരകനുമാണ് താനെന്ന് വിഷ്ണു മറുപടി പറഞ്ഞു. ബ്രഹ്മാവ് ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകനും നശിപ്പിക്കുന്നവനും താനാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതിനാൽ വിഷ്ണുവിന്റെ വാക്കുകൾ ബ്രഹ്മാവിനെ പ്രകോപിപ്പിച്ചു. അവർ തമ്മിൽ ആരാണ് ശ്രേഷ്ഠനെന്നതിനെ ചൊല്ലി തർക്കമുണ്ടായത്രേ. തർക്കം പോരാട്ടമായി മാറി. പെട്ടെന്ന് ലിംഗരൂപത്തിലുള്ള അനന്തമായ ഒരു പ്രകാശസ്തംഭം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് തുടക്കമോ അവസാനമോ ഇല്ലായിരുന്നു. ചുറ്റിലും അഗ്നിജ്വാലകളായിരുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഉറവിടമായിരുന്നു. അവർ തങ്ങളുടെ പോരാട്ടം മറന്ന് അത് പരിശോധിക്കാൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് ഹംസരൂപം ധരിച്ച് മുകളിലേക്ക് പോയി. മഹാവിഷ്ണു ഒരു കാട്ടുപന്നിയുടെ രൂപമെടുത്ത് താഴേക്കും പോയി. അവർ രണ്ടുപേരും 1000 വർഷം സഞ്ചരിച്ചെങ്കിലും അതിന്റെ അറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ ആരംഭിച്ച സ്ഥലത്തേക്ക് മടങ്ങി. അവർ ലിംഗത്തെ വണങ്ങി. അപ്പോൾ ഓം എന്നൊരു ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാവുകയും ലിംഗത്തിൽ ആ, മാ, എ, ഉ, മ തുടങ്ങിയ അക്ഷരങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ അക്ഷരങ്ങൾക്ക് മുകളിൽ അവർ പാർവതിയോടൊപ്പം ശിവനെ കണ്ടു. ഇരുവരും തന്നിൽ നിന്നാണ് ജനിച്ചതെന്ന് ശിവൻ അവരോട് പറഞ്ഞു. ഈ കഥയെ ലിംഗോദ്ഭവ എന്ന് വിളിക്കുന്നു, അതായത് ലിംഗത്തിന്റെ ആവിർഭാവം. വിഷ്ണുപുരാണ പ്രകാരം പ്രളയത്തിന്റെ തുടക്കത്തിൽ തന്നെപ്പോലെ ആയിരിക്കേണ്ട ഒരു പുത്രനെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് ഉപദേശിച്ചു. അപ്പോൾ അതുപോലെ ധൂമ്രവർണ്ണമുള്ള ഒരു യുവാവ് കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അവനോട് "നീ എന്തിനാണ് കരയുന്നത്?" എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. "എനിക്കൊരു പേര് തരൂ" എന്ന് യുവാവ് മറുപടി പറഞ്ഞു. "നിന്റെ നാമം രുദ്രൻ," ബ്രഹ്മാവ് പറഞ്ഞു. തുടർന്ന് 8 ഭാവങ്ങൾക്ക് രുദ്ര, ഭവ, ശരഭ, ഈശാന, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ എന്നിങ്ങനെ പേരുകൾ നൽകി. സൂര്യൻ, ജലം, ഭൂമി, വായു, അഗ്നി, പ്രകാശം, മന്ത്രവാദിയായ ബ്രഹ്മം, ചന്ദ്രൻ എന്നിവയുടെ യഥാസ്ഥാനങ്ങൾ ബ്രഹ്മാവ് ശിവനെ ഏൽപ്പിച്ചു. വിഷ്ണുപുരാണത്തിൽ പരമശിവന്റെ ജനനത്തെക്കുറിച്ച് ഒരു കഥ കൂടിയുണ്ട്. പ്രളയത്തിൽ സമ്പൂർണ്ണ നാശത്തെ അതിജീവിച്ചത് മഹാവിഷ്ണു മാത്രമാണ്. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കാൻ തുടങ്ങി. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത്. എന്നിട്ട് തന്റെ നെറ്റിയിൽ നിന്ന് ശിവനെ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് പരമശിവൻ സദാ ധ്യാനനിരതനായിരിക്കുന്നത്. ബ്രഹ്മവൈവർത്ത പുരാണമനുസരിച്ച് ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്നാണ് ശിവൻ ജനിച്ചത്. ബ്രഹ്മസംഹിത പ്രകാരം മഹാവിഷ്ണുവിന്റെ 2 പുരികങ്ങൾക്കിടയിലുള്ള ഇടത്തിൽ നിന്നാണ് ശിവൻ ജനിച്ചത്. ഇതിൽ ശിവപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന കഥയാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ശിവൻ സ്വയം പ്രത്യക്ഷനാണെന്നും അങ്ങനെയൊരു ജനനമുണ്ടായിട്ടില്ലെന്നും ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. കഴുത്തിൽ മാലയായി സർപ്പം, ശിരസിൽ അലങ്കരിച്ച ചന്ദ്രക്കല, ജടാമുടിയിൽ നിന്നൊഴുകുന്ന ഗംഗാനദി, നെറ്റിയിൽ തൃക്കണ്ണ്, കയ്യിൽ ആയുധമായി തൃശൂലം, കൂടെ ഡമരു അഥവാ ഉടുക്ക്, ശരീരമാകെ ഭസ്മം. ഇങ്ങനെയാണ് ശിവരൂപം. സാധാരണയായി ലിംഗത്തിന്റെ രൂപത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ശിവന്റെ വിഗ്രഹത്തെ ശിവലിംഗം എന്നും പറയുന്നു. ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ പരക്കെ ആരാധിക്കുന്ന ദൈവമാണ് ശിവൻ. മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് ശിവൻ. ശിവന്റെ കയ്യിൽ എപ്പോഴും തൃശൂലം കാണപ്പെടുന്നു. കൂടാതെ ജടയിൽ ചന്ദ്രക്കല വിരാജിക്കുന്നു. ശരീരത്തിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും അണിഞ്ഞ നിലയിലാണ് ശിവന്റെ രൂപം. തൃക്കണ്ണ് ശിവന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നെറ്റിയിലെ 3ാമത്തെ നേത്രം. തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചതെന്ന് കഥ. 3 കണ്ണുകളുള്ളതിനാൽ ശിവൻ മുക്കണ്ണൻ, ത്രിലോചനൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. ശിവന്റെ ജടാമൗലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു. അതിനാൽ തന്നെ ചന്ദ്രശേഖരൻ, ചന്ദ്രമൗലി, കലാധരൻ തുടങ്ങിയ നാമങ്ങൾ ശിവന്റെ പര്യായങ്ങളാണ്. ശിവന്റെ ശരീരത്തിൽ ശവഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. എല്ലാവരും അവസാനം ഭസ്മമായി തീരുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും, എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ശിവന്റെ ഒരു രൂപമാണ് ഭൈരവൻ. ശിവന്റെ കേശം ജട പിടിച്ചതും കെട്ടിവച്ചിരിക്കുന്നതുമാണ്. ജടാധാരി, വ്യോമകേശൻ എന്നീ നാമങ്ങളും ശിവന്റെ പര്യായങ്ങളാവുന്നത് അതുകൊണ്ടാണ്. പാലാഴി മഥനത്തിന്റെ ഫലമായി കാളകൂടം എന്ന മാരകവിഷം പുറത്തേക്ക് വന്നു. 3 ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു അത്രേ കാളകൂടം. കാളകൂടത്തെ ഉൾക്കൊള്ളാൻ മൃത്യുഞ്ജയനായ ശിവന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ശിവൻ കാളകൂടം വിഴുങ്ങി. കാളകൂടം വയറിലെത്തിയാൽ ശിവൻ മരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ പാർവതി ശിവന്റെ തൊണ്ടയിൽ അമർത്തി. കാളകൂടം താഴെ വീണാൽ പ്രപഞ്ചം നശിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായി ദേവന്മാർ ശിവന്റെ വായ പൊത്തി. അങ്ങനെ കാളകൂടം ശിവന്റെ തൊണ്ടയിൽ ഉറച്ചു. ഹലാഹലം അഥവാ കാളകൂട വിഷം പാനം ചെയ്ത ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി. അന്നുമുതൽ ശിവൻ നീലകണ്ഠൻ എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ. ഭഗീരഥൻ എന്ന രാജർഷി തന്റെ പൂർവ്വപിതാമഹന്മാരുടെ പാപം തീർക്കാനായി കഠിന തപം ആരംഭിച്ചു. ഗംഗയെ ഭൂമിയിലെത്തിക്കുക മാത്രമായിരുന്നു അതിനുള്ള ഏക ഉപായം. എന്നാൽ ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചാൽ അതിന്റെ ആഘാതം തടുക്കാൻ ഭൂമിക്കാവില്ല. ആയതിനാൽ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി. പിന്നീട് ഗംഗാനദി ശിവന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഗംഗയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ശിവൻ അറിയപ്പെടുന്നു. നാഗങ്ങളെ ആഭരണമായി ശരീരത്തിലണിയുന്ന ദേവനായാണ് ശിവനെ വർണ്ണിക്കുന്നത്. വാസുകി എന്ന നാഗത്തെ ശിവൻ എപ്പോഴും കഴുത്തിലണിയുന്നു. കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ശിവനെ വർണ്ണിക്കാറുണ്ട്. മനസ്സിന്റെ ചഞ്ചലതയിൽ നിന്നും മായയിൽ നിന്നുമൊക്കെ ശിവൻ മോചിതനാണ് എന്നാണിത് പ്രതീകവൽക്കരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സൊരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്കൊരു മാനിനെപ്പോലെ ചാടിപ്പോകുന്നു. എന്നാൽ ശിവൻ സർവജ്ഞനും നിർവികാരനും നിർവികൽപ്പനുമാണ്. ശിവന്റെ സവിശേഷമായ ആയുധമാണ് തൃശൂലം. ശിവന്റെ വലതു കൈയിലേന്തിയ സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് തൃശൂലം പ്രതീകവൽക്കരിക്കുന്നത്. പരമാധികാരത്തിന്റെ ചിഹ്നമായും തൃശൂലത്തെ കണക്കാക്കുന്നു. ശിവന്റെ ഇടതു കൈയിലെ ഢമരു ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ഢമരുനാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നു. നൃത്തം ചെയ്യുന്ന ശിവന്റെ രൂപം നടരാജൻ എന്നറിയപ്പെടുന്നു. ശിവന്റെ വാഹനമായ കാളയാണ് നന്ദി. പശുപതി എന്നൊരു നാമവും ശിവനുണ്ട്. പശു എന്ന വാക്കിന് മൃഗം എന്നാണ് അർത്ഥം. മൃഗങ്ങളുടെയെല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരൂപത്തിലും നന്ദിയെ ചിലപ്പോൾ ചിത്രീകരിക്കാറുണ്ട്. ഭൂതഗണങ്ങളും പ്രേതങ്ങളും ശിവന്റെ ആജ്ഞാനുവർത്തികളായി കൈലാസത്തിൽ വിരാജിക്കുകയും അഹങ്കാരമില്ലാത്തവരെ മാത്രം ശിവസന്നിധിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയാണ് ശിവൻ ജീവിക്കുന്നത്. ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ബോധ്യപ്പെടുത്തുകയുമാണ് ഭഗവാൻ. ശിവനെ ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും അനുസരിച്ച് കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെയാണ് ഭഗവാൻ. ശിവ എന്നത് ശ, ഈ, വ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ്. ശ എന്നത് ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ എന്നത് ഈശ്വരിയെ അല്ലെങ്കിൽ ജീവൻ നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു. വ എന്നത് ചലനമാണ്.